ഒരു MLC കേസ് വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ബൈസ്റ്റാൻഡാന്നും പറഞ്ഞ ആൾക്കാർ വന്ന് ഡ്രസ്സിങ്ങിനൊക്കെ വന്ന് ഒച്ചപ്പാടും ഉണ്ടാക്കി അവരെ ഡ്രസ്സിങ്ങിന് ആൾക്കാരെ ഇറക്കിയിട്ടിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് പുറത്തിറക്കി നിർത്തി. പിന്നെ അവർ വന്നിട്ട് പുറത്തുനിന്ന് അകത്തേക്ക് കയറി വന്നപ്പോൾ സെക്യൂരിറ്റിമാർ തടഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും കൂടെ ചെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ ബൈസ്റ്റാൻഡിനെ കയറ്റി വിടാൻ പാടില്ല, അതിന് ഇഞ്ചക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവർ പറഞ്ഞു നിങ്ങളിവിടെ ഒന്നും നിൽക്കുമല്ലോ, ഞങ്ങൾ പുറത്ത് അവിടെ ഉണ്ടല്ലോ, എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞു. നീ ഹാൻഡ്സ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്ന് തട്ടി ഇടിവെച്ച് വന്നു. അവിടെ ഇടിച്ചു, ഷർട്ടിലൊക്കെ വലിച്ചു, തലക്ക് ഇടിച്ച്, തലക്ക് നല്ല ചതവും നീർക്കവും ചെറിയ മുറിവുകളൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ രാവിലെ ഇപ്പോൾ നല്ല തലകറക്കം പോലെ തോന്നി ഇപ്പോൾ കിടക്കും. ഇന്നലെ ഒരു 10:30-ക്ക് ശേഷമാണ് സംഭവം. അതിന് ശേഷം ഒന്നും ചെയ്യാനൊന്നും പറ്റുമൊന്നുമില്ല. തലക്ക് ഐസട്ടൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പേര് ജോജി ജോർജ്, നേഴ്സിംഗ് അസിസ്റ്റന്റ്, കോതമംഗലം താലൂക്ക് ജി. കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ നഴ്സിംഗ് അസിസ്റ്റന്റിന് മർദ്ദനം. അടിപിടി കേസിൽ പരിക്കേറ്റ് ചികിത്സയ്ക്കായി വന്നയാളെ കാണാനെത്തിയയാളാണ് മർദ്ദിച്ചത്. കോതമംഗലം കാളിപ്പറമ്പിൽ ജോജി ജോർജിനാണ് മർദ്ദനമേറ്റത്. ജോജിയുടെ തലയ്ക്കും ചുണ്ടിനും പരിക്കേറ്റു. സംഭവത്തിൽ തൃക്കാര്യൂർ സ്വദേശി അനീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തിങ്കളാഴ്ച രാത്രി 10:30-നാണ് സംഭവം. പരിക്കേറ്റയാളെ കാണണമെന്നാവശ്യപ്പെട്ടെത്തിയ ഇയാളെ സെക്യൂരിറ്റി ജീവനക്കാർ തടഞ്ഞു. ഇതേ ചൊല്ലി വാക്കേറ്റവും തുടർന്ന് സംഘർഷവും ഉണ്ടാവുകയായിരുന്നു. മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ പ്രതിഷേധിച്ച് ആശുപത്രി ജീവനക്കാർ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്.